ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇറ്റ്സ് മീ ജൂന ജിജു. ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ്. അതിൽ കുറച്ച് വിശേഷങ്ങൾ കാണാം. നമ്മൾ പോകുന്നത് ഗുജറാത്തിലേക്കാണ്. അപ്പോൾ പോകുമ്പോൾ ട്രെയിനിന് വേണ്ടി പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ബോംബെയിൽ ലോക്കൽ ട്രെയിനിൻ്റെ ടൈമിംഗ് നമുക്ക് അറിയില്ല. അപ്പോൾ നമ്മൾ മുകളിൽ ഇൻഡിക്കേറ്റർ നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ AC ട്രെയിനിലാണ് പോയത്. അവിടെ നിന്ന് കുർളയിൽ നിന്ന് ടാക്സിയിലാണ് പോയത്. ടാക്സിയിൽ മുംബൈ സെൻട്രലിൽ പോയി. മുംബൈ സെൻട്രലിലെ വ്യൂ ആണ് ഇത്, ഫ്രണ്ട് വ്യൂ. മുംബൈ സെൻട്രലിലെ ഇൻസൈഡ് വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഗുജറാത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗുജറാത്തിലേക്ക് പോകുന്ന നമ്മൾ ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പോകുന്നത് തേജസ് രാജധാനി എക്സ്പ്രസ്സിലാണ്. ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ അതെടുത്തതാണ് ഞാൻ. ഒരു അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്ന ഒരു ലൈക്ക് സ്ക്രീൻ. അപ്പോൾ നമ്മളെ ട്രെയിനാണിത്. അപ്പോൾ ആ ട്രെയിനിൻ്റെ ടൈം 5 o'clock ആണ്. അതിന് വേണ്ടിയിട്ട് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുകയാണ്. ഇപ്പോൾ തേജസ് രാജധാനിയിലാണ് നമ്മൾ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ ചെറിയ സ്നാക്സ് വാങ്ങിയിരുന്നു. സാൻഡ്വിച്ച് ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത്. ഞങ്ങളുടെ സീറ്റിന് തൊട്ടപ്പുറത്ത് ടിബറ്റ് വരായിരുന്നു ഉണ്ടായിരുന്നത്. ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു ഇത്. അപ്പോൾ നമുക്ക് ട്രെയിനിൽ പോകുമ്പോൾ എൻജോയ്മെൻറ്റ്. എല്ലാവരും ഫോൺ നോക്കുന്നു. അപ്പോൾ കുട്ടികൾക്കും ഫോൺ നോക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് കുറച്ച് സമയം ഫോൺ കൊടുത്തു. പിന്നെ അവൻ അച്ഛൻ്റെ കൂടെ എൻ്റർടൈൻ ചെയ്തു. പിന്നെ കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ട്രെയിൻ യാത്ര ഒരു ബോറടിയാണ്. പിന്നെ നമ്മളായിട്ട് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാനായിട്ട് വരും. അപ്പം ഞാനും അവനും കൂടി, അവനെനിക്കൊരു ഗെയിം പറഞ്ഞു തന്നു. ആ ഗെയിം പഠിച്ചു. ഈ ഗെയിമിൽ കൂടി ഓഡ് ഓർ ഈവൻ എന്ന് പറയുന്ന ഒരു ഗെയിമാണ് കളിച്ചത്. അപ്പോൾ ഈ ഗെയിമിലെ കൂടി നമുക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ഉണ്ട്. പഠിക്കുന്നതിൽ കൂടി കളിയിൽ കൂടി ഒരു പഠിത്തമാവുകയാണ്. അതിനുശേഷം രാത്രി അവന് വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ബറോഡ സ്റ്റേഷൻ